ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട്. ഒരു 12 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയറാണ് വരച്ചെടുക്കുന്നത്. ഇനി ഓരോ സൈഡിൻ്റെയും സെൻറ്ററിൽ ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഓരോ ലൈൻസ് വരച്ച് ഒരു പുതിയ സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ. അതിനുശേഷം ഇതിന് 2 ഡയഗണൽസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കാണുന്നത് പോലെ ലൈൻസ് വരച്ച് ഇപ്പോൾ ഫോം ചെയ്ത സ്ക്വയേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ ലൈൻസ് വരച്ച് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആവാൻ വേണ്ടിയിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോയിൻറ്റ്സ് ഒരേ സെയിം ഡിസ്റ്റൻസിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പുതുതായിട്ട് വരച്ചെടുത്ത സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കണം നമുക്ക്. രണ്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 2 സ്ക്വയറും കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി പുറത്തുള്ള ട്രയാങ്കിൾസ് ഇതേപോലെ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഈ സ്ക്വയറിൽ വരച്ച ലൈൻസിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് പുതിയ ലൈൻസ് വരച്ചെടുക്കുന്നത്. ട്രയാങ്കിൾസിൽ 4 കോർണേഴ്സിലുള്ള ട്രയാങ്കിൾസും ഇതുപോലെ ലൈൻസ് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 4 കോർണേഴ്സിലും വരച്ചെടുക്കുന്നുണ്ട്. ഇനി കളർ ചെയ്തെടുക്കണം. ബ്ലാക്ക് കളറ് ആൾട്ടർനേറ്റീവായിട്ട് ചെയ്തെടുക്കുക. ആദ്യം സെൻറ്ററിലുള്ള സ്ക്വയർ കംപ്ലീറ്റ് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കോർണേഴ്സിലുള്ള ട്രയാങ്കിൾസും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വരച്ചെടുക്കാൻ പറ്റുന്നൊരു ജോമെട്രിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.